ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിൽ പ്രിയരെ, ഇന്ന് നമ്മൾ ധ്യാന വിചിന്തനത്തിനായി എടുക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൽ 20-ാം അധ്യായം 24 മുതലുള്ള തിരുവചനങ്ങളാണ്. നമുക്കൊന്ന് വചനം വായിച്ച് കേൾക്കാം. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈകൾ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. ഈ കാലഘട്ടത്തിൽ ഏറെ ധ്യാനിക്കേണ്ട, ചിന്തിക്കേണ്ട ആത്മീയതയുടെ വലിയ 2 പാഠങ്ങളാണ് ഈ സുവിശേഷ ഭാഗത്തു നിന്നും ഈശോ നമ്മളോട് അരുളി ചെയ്യുക. തോമാസ് ലീഹായെക്കുറിച്ച് നമ്മൾ ഒത്തിരി ധ്യാനിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. തോമാസ് ലീഹ എന്ന് പറയുന്ന വ്യക്തിത്വത്തിൻ്റെ സംശയത്തെക്കുറിച്ചൊക്കെ ധ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വചനം വായിച്ചു പോകുമ്പോൾ എന്തുകൊണ്ടാണ് തോമാസ് ലീഹ മാത്രം അവരുടെ കൂട്ടായ്മയിൽ ഇല്ലാതിരുന്നത്? അതിന് തൊട്ടു മുമ്പിലുള്ള വചനഭാഗത്ത് ഇങ്ങനെയാണ് പറയുക: മറ്റ് ശിഷ്യന്മാരെല്ലാം യഹൂദരെ പേടിച്ച് ഭയന്ന് കതകടച്ചിരിക്കുകയായിരുന്നു. എന്താണ് ഈ ഭയന്ന് കതകടച്ചിരിക്കാനുള്ള കാരണം ഒന്നേ ഉള്ളൂ. കൂടെയായിരുന്ന, അവർക്ക് സംരക്ഷണം കൊടുത്തിരുന്ന, അവരെ പേര് ചൊല്ലി വിളിച്ചിരുന്ന, അവരുടെ മുമ്പിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്ന, അവർക്ക് വലിയ കരുത്തായിരുന്ന, ശക്തിയായിരുന്ന, വിശ്വാസത്തിൻ്റെ ബലമായിരുന്ന യേശുനാഥൻ ഇപ്പോൾ അവരുടെ കൂടെയില്ല എന്നുള്ളതാണ് കാരണം. അവൻ മരിച്ചു. ഇനി അടുത്തത് പിടിക്കാൻ പോകുന്നത് യേശുവിൻ്റെ ശിഷ്യരായിരുന്ന തങ്ങളെയാണെന്നുള്ള ഭയമാണ് കതകടച്ചിരിക്കാനുള്ള ഒരു പ്രേരണയിലേക്ക് അവർ ഒതുക്കിയത്. എന്നാൽ തോമസ് എന്ന് പറയുന്ന വ്യക്തിത്വം, യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ, ആ ശിഷ്യൻ മാത്രം പുറത്തായിരുന്നു എന്ന് പറയുക. ഒരുപക്ഷെ നമുക്ക് തെറ്റിദ്ധരിക്കാം, അവൻ എന്താണ് ഈ കൂട്ടായ്മയിൽ, ആ കൂട്ടായ്മയിൽ ഇല്ലാത്തത് കൊണ്ടല്ലേ അവന് യേശുവിനെ കാണാൻ കഴിയാതെ പോയത്. ഒരു കൂട്ടായ്മയുടെ ചിന്തയുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയൊരു പാഠം അവൻ പറഞ്ഞു നൽകുകയാണ്. ബാക്കി ശിഷ്യന്മാരെല്ലാം പേടിച്ച് കതകടച്ചിരിക്കുമ്പോൾ ഒരു പേടിയുമില്ലാതെ ഇറങ്ങിത്തിരിച്ചിരുന്ന തോമാസ് ലീഹായെ നമ്മൾ പിന്നീട് മനസ്സിലാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, അതുകൊണ്ടാണ് അവൻ്റെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ ഇതാണ്: നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. മരണഭയം നഷ്ടപ്പെട്ടവനായിരുന്നു തോമാസ് ലീഹ. പ്രിയപ്പെട്ടവരെ, യേശു മരിച്ചപ്പോൾ മറ്റ് ശിഷ്യന്മാരെ മരണഭയം തകർത്ത് കളയുക. അതുകൊണ്ടാണ് അവർ കതകടച്ച് ഒതുങ്ങിപ്പോകാനുള്ള കാരണം. ഈ കാലഘട്ടത്തിൻ്റെ ആത്മീയതയുടെ പ്രത്യേകത ഇതാണ്. നമുക്കെല്ലാത്തിലും ഭയമാണ്, മരണഭയമാണ്. എന്ന് പറഞ്ഞാൽ, മരണമെന്ന് പറഞ്ഞാൽ അതൊരു ഈ ലോകത്തോടുള്ള വിടപറച്ചിൽ മാത്രമല്ല, മറിച്ച് എല്ലാത്തിലും ഒരു ഭയമാണ്. നമുക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ. അതുകൊണ്ടാണ് മക്കളൊക്കെ പരീക്ഷയിൽ തോറ്റു കഴിയുമ്പോൾ ഇങ്ങനെ നിരാശപ്പെട്ടു പോവുകയാണ്. ചിലർ ആത്മഹത്യയിലേക്ക് പോകുന്നു, ചിലർ ജീവിതം തന്നെ തകർന്നു പോകുന്നു, ചിലർ വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്നു, ചിലർ ധാർമ്മികമായിട്ട് തകർന്നു പോകുന്നു, ദൈവമില്ല എന്നുള്ളൊരു രീതിയിലേക്ക് മാറുന്നു. അങ്ങനെ ഒരു ഭയത്തിൻ്റെ ഉൾവലിവുകൾ, വിശ്വാസ ജീവിതത്തിൽ നിന്നും മറ്റ് ജീവിതത്തിലേക്കുള്ള ഒരു ഉൾവലിവുകൾ നമുക്കിന്ന് കണ്ടുമുട്ടാനായിട്ട് കഴിയും. കാരണം എന്താണ്? യഥാർത്ഥമായ ആത്മീയതയെക്കുറിച്ച് ഈ പഠിച്ച് വളരുവാനുള്ള സാധ്യതകൾ നഷ്ടമാവുകയാണ്. നമുക്കെല്ലാം നേട്ടത്തിൻ്റെ ഒരു ആത്മീയതയിലേക്ക് നമ്മൾ ഒതുങ്ങിപ്പോകുമ്പോൾ തോമസ് ലീഹ ഈ ശിഷ്യന്മാരെയും പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്: മക്കളെ, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. ഇതാണ് ക്രിസ്തു ശിഷ്യത്വം നൽകുന്ന വെല്ലുവിളി. അവനോടൊപ്പം പോയി ജീവിക്കാം, അവനോടൊപ്പം പോയി മരിക്കാം എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും മുമ്പിൽ പോയി രക്തസാക്ഷിത്വം വരിക്കുക എന്നത് മാത്രമല്ല, അവന് വേണ്ടി ജീവിച്ചു തീർക്കുക എന്നതാണ് ഈ മരണത്തിൻ്റെ ഉദ്ദേശം. ആരുടെയെങ്കിലും ദൈവത്തെ പ്രതി, യേശുവിനെ പ്രതി കൊല ചെയ്യപ്പെട്ടാലും അത് സാരമില്ല, അവന് വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ട് ജീവിക്കാനുള്ള ഒരു പ്രേരണയിലേക്കാണ് തോമസ് ലീഹ അവരെ കൂട്ടിക്കൊണ്ടുപോവുക. അങ്ങനെ ഒരു ഭയവുമില്ലാതെ കതകടച്ചിരുന്ന ശിഷ്യന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കി കാണിക്കുന്ന തോമസ് ലീഹ നമുക്ക് നൽകുന്ന പാഠം ഇതാണ്. എന്താണ്? ഈ മരണഭയത്തിൽ നിന്നും, അല്ലാതെ പ്രത്യേകിച്ച് ഈ നിരാശയുടെ ഭയത്തിൽ നിന്നും, പ്രതീക്ഷ നഷ്ടപ്പെട്ട ഭയങ്ങളിൽ നിന്നും, ജീവിതത്തിൽ എല്ലാവരും നഷ്ടപ്പെട്ടെന്നുള്ള ചില മരണഭയങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കരുത്തുള്ളവരായി തീരണമെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. കൂടെ ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കതിനെ സാധിക്കുകയുള്ളൂ.
അങ്ങനെയുള്ള തോമാശ്ലീഹായാണ് അടുത്ത വാചകം ഇതാണ്: ഞാൻ അവനെ വിശ്വസിക്കണമെങ്കിൽ അവൻ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണം. അവൻ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണം. അതൊരു പിടിവാശിയാണ്. ഈ പിടിവാശിയാണ് രണ്ടാമതായിട്ട് ആത്മീയ ജീവിതത്തിൽ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുക. ആത്മീയ ജീവിതത്തിൽ നമുക്ക് പിടിവാശികൾ, നമ്മളൊന്ന് പഴയ കാലത്തിലേക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ കാടിനോടും നാടിനോടുമൊക്കെ മല്ലിട്ട് ഈ എന്താണ് വനമായിരുന്ന ദേശങ്ങളൊക്കെ നിലമാക്കി മാറ്റിയിട്ട് ആ സന്ധ്യാസമയത്ത് ശരീരമെല്ലാം തളർന്നവരാണ്. ഭക്ഷണം കഴിക്കാൻ പോലും കാര്യമായിട്ടൊന്നുമില്ല. മക്കൾ ഒത്തിരിയുണ്ട്. എന്നിരുന്നാലും സന്ധ്യാസമയത്ത് മക്കളെയും ഒരുമിച്ചിരുത്തി ഒട്ടിയ വയറുമായി ക്ഷീണിച്ച ശരീരവുമായി മുട്ടിന്മേൽ കുത്തി നിന്ന് കരങ്ങൾ വിരിച്ച് ഈ നാടിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ച് അന്തി ഉറങ്ങിക്കൊണ്ടിരുന്നൊരു കാലഘട്ടമുണ്ട്. ഒത്തിരി ദൂരങ്ങൾ നടന്ന് ദേവാലയം കണ്ടെത്തി വണ്ടികളില്ലാതിരുന്ന കാലഘട്ടത്തിൽ വലിയ മഴവെള്ളപ്പാച്ചിലിൻ്റെ നടുവിലൂടെ, വനങ്ങളുടെ ഇടയിലൂടെ, വന്യമൃഗത്തിൻ്റെ ഇടയിലൂടെ ഭയം കൂടാതെ നടന്നുപോയി കാതങ്ങൾ നടന്നു നീങ്ങി ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാന അർപ്പിച്ച് തിരിച്ചു വന്ന കാലഘട്ടങ്ങളുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം എത്രയോ സുഖ സൗകര്യങ്ങളിലേക്കാണ് തമ്പുരാൻ നമ്മളെ കൈപിടിച്ചുയർത്തിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, എന്നിട്ടും ഒരു കാറിൽ അല്ലെങ്കിൽ തൻ്റെ സ്വന്തം വാഹനത്തിൽ പള്ളിയുടെ മുറ്റത്ത് പോയി ഇറങ്ങാനുള്ള സാധ്യതകൾ ഏറെ ഉണ്ടായിട്ടും, ഒരു മഴ പെയ്യുമ്പോഴും ശരീരത്തിൽ അല്പം വേദനകൾ ഉണ്ടാകുമ്പോഴും മാറ്റിവെക്കുന്ന ഒരു ആത്മീയതയാണ് ഈ കാലഘട്ടത്തിൽ നമ്മളെ തകർത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് തോമാശ്ലീഹ പറയുന്ന പാഠം ഇതാണ്: വിശ്വാസത്തിൽ നിനക്ക് അനുഭവങ്ങൾ ഉണ്ടാകണം. അനുഭവമില്ല. തോമാശ്ലീഹായ്ക്ക് അനുഭവമില്ലാത്തത് കൊണ്ട് അവൻ അനുഭവത്തിന് വേണ്ടി പിടിവാശി പിടിക്കുക. അവൻ്റെ കൂടെ നടന്ന ഈശോ, അവന് വേണ്ടി അധ്വാനിച്ച ഈശോ, അവന് ഭക്ഷണം കൊടുത്ത ഈശോ, അവനെ ആത്മീയവും ശാരീരികവുമായി വളർത്തിയ ഈശോ, അവനെ കണ്ടെത്തി തേടിപ്പിടിച്ച് അവനെ സ്വന്തമാക്കിയ ഈശോ, ആ ഈശോ മരണശേഷമുണ്ടാകുന്ന ഈശോയുടെ അനുഭവം അവന് ലഭിക്കാത്തത് കൊണ്ട് അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ പിടിവാശി പിടിക്കുക. സ്വർഗമേ, നീ വീണ്ടും എൻ്റെ മുമ്പിൽ തുറക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതാണ് വിശ്വാസത്തിൽ ചോദിച്ചു മേടിക്കുന്ന തോമാശ്ലീഹ. നമുക്കങ്ങനെ പിടിവാശികളില്ല. നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രമുള്ള പിടിവാശികളുള്ളൂ. അത് നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പിടിവാശികളാണ്. പക്ഷേ തോമാശ്ലീഹ നമുക്ക് മുമ്പിൽ തന്ന പിടിവാശി വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങൾക്ക് വേണ്ടിയുള്ള പിടിവാശി. യേശുവിനെ കാണാനുള്ള പിടിവാശിയാണ്. അവൻ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനുള്ള പിടിവാശിയാണ്, മറ്റൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ആ ഒരു പിടിവാശിയാണ് തോമസിനെ സംശയരോഗിയാക്കി നമ്മൾ മാറ്റിയിരിക്കുക. എന്താണ് തോമസേ നീ സംശയിക്കുന്നത്? മറ്റു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് നിനക്കെന്താ വിശ്വസിക്കാൻ കഴിയാതെ പോകുന്നത്? അപ്പോൾ തോമസ് പറയാണ്, എനിക്ക് എൻ്റെ യേശുവിൻ്റെ അനുഭവം വേണം. ഈ അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ തകർന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ അനുഭവിച്ചവർ, യേശു ആരാണെന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയും, ഈ ക്ലേശത്തിന് ആരെന്നെ വേർതിരുത്തും? പട്ടിണിയോ, ദാരിദ്ര്യമോ, അപകടമോ, നഗ്നതയോ, വാളോ, ആപത്തോ ഒന്നും എന്നെ തകർക്കില്ല. കാരണം എന്താണ്? അനുഭവിച്ചു കഴിഞ്ഞു യേശുവിനെ. പിന്നെ ആരും തകർക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് ചെറുപ്പകാലം തൊട്ട് അനുഭവങ്ങളിലൂടെ മക്കളെ വളർത്തിക്കൊണ്ട് വരാൻ കഴിയാത്തത് കൊണ്ട്, ഈ ആധുനിക കാലഘട്ടത്തിൽ യേശു അനുഭവം നമ്മൾ സ്വന്തമാക്കാത്തത് കൊണ്ടാണ് പലരും ചോദിക്കുന്നത്, എന്തിനാ പള്ളിയിൽ പോകുന്നത്, എന്തിനാ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ നേട്ടം, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ഇന്ന കാര്യം മാത്രം എനിക്ക് നേടണം. അതല്ല ആത്മീയത എന്ന് പറഞ്ഞാൽ ക്രിസ്തു അനുഭവം ഉണ്ടാവുക എന്നുള്ളതാണ്. ഉയർത്തെഴുന്നേറ്റ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ അനുഭവം അതിന്ന് നമുക്ക് സാധ്യമാക്കുന്നത് ദിവ്യകാരുണ്യത്തിലൂടെയാണ്. ദിവ്യകാരുണ്യം എന്ന് പറയുന്ന ഏക ആരാധനയിലൂടെ മാത്രമാണ് ക്രിസ്തു അനുഭവം നമുക്ക് സ്വന്തമാക്കുക. അത് വെറും ഒരു തമാശയിലൂടെ മാത്രമേ നമ്മൾ കാണുക, ഒരു ചടങ്ങായി മാത്രം, അല്ലെങ്കിൽ ഒരു കാണികളെ പോലെ നമ്മൾ മുമ്പിൽ പോയിരുന്ന് കണ്ട് മടങ്ങിപ്പോരുന്നത് കൊണ്ട് അനുഭവത്തിൽ നമുക്ക് തീരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തോമാശ്ലീഹ നമ്മളോട് പറയുന്ന വലിയ ആത്മീയതയുടെ ചിന്ത ഇതാണ്: ഈ കാലഘട്ടത്തിൽ ക്രിസ്തു അനുഭവമുള്ള മക്കളായി തീരുക. ക്രിസ്തു അനുഭവമുള്ള, അതിനൊരു പിടിവാശി വേണം. സന്ധ്യാസമയത്ത് നമ്മുടെ ദേവാലയങ്ങൾ, നമ്മുടെ ഭവനങ്ങളിൽ, എത്ര ഭവനങ്ങളിൽ സന്ധ്യാസമയത്ത് നമ്മൾ വിശുദ്ധ കുരിശ് വരച്ച് അന്തി ഉറങ്ങുന്നുണ്ട്? നമ്മൾ ചിന്തിച്ച് നോക്കണം. നമ്മൾ എക്സ്ക്യൂസ് കൊടുക്കുന്ന ഏക കാര്യം അത് ആത്മീയതയാണ്. നമുക്കൊരു കല്യാണം വരുമ്പോൾ നമ്മൾ മാറ്റിവെക്കുന്നത് വിശുദ്ധ കുർബാന. ഇപ്പോൾ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടാൽ പോലും നമ്മൾ ഒഴിവാക്കാത്തത് വിരുന്ന് മേശയാണ്. ദേവാലയത്തിൽ നമ്മൾ ഒഴിവാക്കും, വിരുന്ന് മേശയിൽ നമ്മൾ പോകും, പാർട്ടി ഹാളിൽ നമ്മൾ പോകും. പക്ഷേ അവിടെയും നമ്മൾ എക്സ്ക്യൂസ് കൊടുക്കുന്നത് വിശുദ്ധ കുർബാനയാണ്.
നമ്മുടെ വീട്ടിൽ 4 പേര് വിരുന്നുകാർ വരുമ്പോൾ നമ്മൾ ബാക്കി എല്ലാ കാര്യവും ചെയ്യും. ഭക്ഷണം ഉണ്ടാക്കും, വർത്തമാനം പറയും, നമ്മൾ സന്തോഷിക്കും, ആഹ്ലാദിക്കും. പക്ഷെ നമ്മളവിടെ മാറ്റിവെക്കുന്നത് കുടുംബ പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ കാര്യങ്ങൾക്ക് നമുക്ക് ഒത്തിരി എക്സ്ക്യൂസുകളുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ നേടിയെടുക്കും. എന്നാൽ ഒരു സങ്കടം വരുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിച്ച് നിലവിളിച്ച് കരഞ്ഞപേക്ഷിക്കാറുണ്ട്, ദൈവമേ എന്നെ ഒന്ന് പരിപാലിക്കണം. പക്ഷേ ഈ ആത്മീയതയിൽ നമുക്കൊരു സന്തുലനാവസ്ഥയില്ല. നമ്മളിങ്ങനെ ഏറ്റക്കുറച്ചിലുകളാണ്. ആവശ്യം വരുമ്പോൾ വിളിക്കുകയും ആവശ്യമില്ലാത്തപ്പോൾ താഴ്ത്തിക്കളയുകയും ചെയ്യുന്ന ഒരു വസ്തുവായിട്ട്, ഒരു പവർ, ഒരു ശക്തിയായിട്ട് മാത്രം ദൈവത്തെ നമ്മൾ ഒതുക്കിക്കളയുക. അതല്ല, ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, തോമസ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, മക്കളെ, ക്രിസ്തു അനുഭവം ഉണ്ടാകാൻ നിങ്ങൾ പിടിവാശിയുള്ളവരായി തീരണം. വിശ്വാസത്തിൻ്റെ പിടിവാശികൾ ഇന്ന് നമുക്കില്ലാതായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആദ്യം കയ്യിലേക്ക് എടുക്കുന്ന എന്താണ്? മൊബൈലാണ്. കർത്താവേ, ഈ പ്രഭാതം കാണുവാൻ എന്നെ അനുഗ്രഹിച്ച ദൈവത്തിന് വിശുദ്ധ കുരിശ് വരച്ചൊന്ന് നന്ദി പറയാനും ഒന്ന് ദൈവത്തെ നോക്കി സന്തോഷത്തോടെ ആമേൻ പറയാനുമുള്ള കൃപ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ആ രാത്രിയിൽ അന്തി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് കുരിശ് വരച്ച് കർത്താവെ, പകൽ മുഴുവൻ എന്നെ നടത്തിയ സ്നേഹത്തിന് നന്ദി എന്ന് പറയാൻ നമ്മൾ മറന്നുപോവുകയാണ്. അതാണ് ആ വിശ്വാസത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ. ആവശ്യം വരുമ്പോൾ വിളിക്കുന്ന ഒരു ശക്തിയാക്കി നമ്മൾ ദൈവത്തെ മാറ്റരുത്. ദൈവം നമ്മുടെ സൃഷ്ടാവും പരിപാലകനും ആദിയും അന്ത്യവുമായ കർത്താവാണ്. നമ്മളെ ജനിപ്പിച്ചതും വളർത്തുന്നതും മരിക്കാൻ നമ്മൾ അനുവദിക്കുന്നതും സ്വർഗത്തിലേക്ക് ഉയർത്തുന്നതും ക്രിസ്തുവാണെന്നുള്ള ബോധ്യം പകർന്നു കൊടുക്കാനും ജീവിച്ച് കാണിക്കാനും മറന്നു പോവുകയാണ് നമ്മൾ. അതുകൊണ്ട് ഈ തോമസ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, മക്കളെ, വിശ്വാസത്തിൽ പിടിവാശികൾ ഉണ്ടാകട്ടെ, ആത്മീയ ജീവിതത്തിൽ പിടിവാശികൾ ഉണ്ടാകട്ടെ, സ്വർഗം എൻ്റെ മുമ്പിൽ തുറക്കാനുള്ള പിടിവാശികൾ ഉണ്ടാകട്ടെ. അപ്പോൾ വീണ്ടും നോക്കിയേ, വചനത്തിൻ്റെ അവസാനത്ത് അവൻ വീണ്ടും ശിഷ്യരോടുകൂടി ആയിരുന്നപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും അവൻ്റെ മുമ്പിൽ യേശു രണ്ടാമത് പ്രത്യക്ഷപ്പെടുകയും അവനോട് തന്നെ ബോധ്യപ്പെടാൻ വേണ്ടി അനുഭവമാക്കി അവന് മാറ്റിക്കൊടുക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും ഇങ്ങനെ യേശുവുമായിട്ടുള്ള ഒരു പേഴ്സണൽ ബന്ധം, ഒരു റിലേഷൻഷിപ്പ്, ഒരു ഫ്രണ്ട്ഷിപ്പ് രൂപീകരിച്ചെടുക്കാനായിട്ട് നമ്മുടെ മക്കളെയും നമ്മളെ തന്നെ നമുക്ക് പഠിപ്പിച്ചെടുക്കാം. രണ്ടാമതായിട്ട് ഈ തോമസ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായൊരു ചിന്തയുണ്ട്. നിങ്ങൾ വചനത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ പറയാണ്, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈകൾ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. എന്തൊരു നീചമായ ചിന്തയാണ് അല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ അപ്പൻ മരിച്ചു കിടക്കുമ്പോൾ ഇത് അപ്പനാണെന്ന് ബോധ്യപ്പെടാൻ വേണ്ടി അപ്പൻ്റെ ശരീരത്തിലുള്ള മുറിവ് എനിക്ക് കാണുന്ന ഏതെങ്കിലും മക്കൾ പറയുമോ? ഇല്ല. മുറിവുകൾ ഉണ്ടായിക്കഴിയുമ്പോൾ ആ മുറിവ് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മക്കളും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവമേ, ഈ മുറിവ് ഉണങ്ങിക്കിട്ടിയാൽ മതി. ആ മുറിവ് കാണാൻ പോലും കഴിയാത്ത ചില മക്കൾ ബോധം കെട്ടൊക്കെ വീഴാറുണ്ട്. പക്ഷേ ഇവിടെ വ്യത്യസ്തമായൊരു ചിന്ത തോമസ് ശ്ലീഹ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ്? എനിക്ക് കാണേണ്ടത് അവൻ്റെ മുറിവുകളാണ്. സാധാരണയായി നമ്മൾ പറയുക എന്താണ്? അവൻ ഉയർത്തെഴുന്നേറ്റ്, യേശു ഉയർത്തെഴുന്നേറ്റോ എങ്കിൽ എനിക്ക് വീണ്ടും അവൻ വെള്ളം വീഞ്ഞാക്കുന്നത് കാണണം, എനിക്ക് വീണ്ടും അവൻ അപ്പം 5000 കൊടുക്കുന്നത് കാണണം, എനിക്ക് വീണ്ടും അവൻ മരിച്ചവർ ഉയർപ്പിക്കുന്നത് കാണണം. കാരണം എന്താണ്? ദൈവത്തിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ അത്ഭുതമാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ തോമസ് ശ്ലീഹ പഠിപ്പിക്കുകയാണ്, എനിക്കതൊന്നും കാണണ്ട, എനിക്ക് അവൻ്റെ മുറിവുകൾ മാത്രം കണ്ടാൽ മതി. എന്തൊരു മനുഷ്യനാത്! യേശുവിൻ്റെ മുറിവുകൾ കണ്ട് ആസ്വദിക്കാൻ മാത്രം അത്രമാത്രം അധപതിച്ചൊരു ശിഷ്യനാണോ അത് എന്ന് വേണമെങ്കിൽ ഈ വചനം നമുക്ക് തെറ്റിദ്ധരിക്കാം. പക്ഷേ തോമസ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്, മുറിവുകളുള്ളതിൻ്റെ പേരാണ് ആത്മീയത. മുറിവുള്ള മനുഷ്യൻ്റെ പേരാണ് ആത്മീയ മനുഷ്യൻ. മുറിവുകളെ തിരുമുറിവുകളാക്കാൻ കഴിയുന്ന മനുഷ്യൻ്റെ പേരാണ് ആത്മീയ മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും മുറിയപ്പെട്ടവരാണ്. എന്തെങ്കിലുമൊക്കെ മുറിവില്ലാത്ത ആരും ഈ ഭൂമിയിലില്ല. ഞാനും നിങ്ങളൊക്കെ അതാ. വാക്കുകൊണ്ടുണ്ട്, നോട്ടം കൊണ്ടുണ്ട്, പ്രവൃത്തികൾ കൊണ്ടുണ്ട്, ഒറ്റപ്പെടലുകൾ കൊണ്ടുണ്ട്, മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഒത്തിരി മുറിയപ്പെട്ടവരാണ് നമ്മൾ. പക്ഷേ ഈ മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മൾ ആത്മീയ മനുഷ്യരായിട്ട് മാറുമെന്ന് തോമസ് ശ്ലീഹ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ദൈവമെന്ന് പറഞ്ഞാൽ മുറിവുള്ളവനാണെന്ന് അവൻ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവൻ്റെ മുറിവുകൾ എനിക്ക് കൈയിടണം. അവൻ്റെ കൈകളിലെ മുറിവുകളിലും അവൻ്റെ ചങ്കിലെ മുറിവുകളിലും എനിക്ക് കൈയിട്ട് എനിക്ക് നോക്കണം അത് മുറിവാണോ എന്ന്. എന്തൊരു മനുഷ്യനാ!
കാരണം അവൻ ലോകത്തെ പഠിപ്പിക്കുകയാണ്, ദൈവം എന്ന് പറഞ്ഞാൽ, ക്രിസ്തു എന്ന് പറഞ്ഞാൽ, ഉദ്ധിതൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം മാത്രം തരുന്നവൻ്റെ പേരല്ല, എനിക്കും നിങ്ങൾക്കും വേണ്ടി മുറിയപ്പെട്ടവൻ്റെ പേരാണ് ക്രിസ്തു. എനിക്കും നിങ്ങൾക്കും വേണ്ടി മുറിവുകളെ തിരുമുറിവുകളാക്കിയവൻ്റെ പേരാണ് ക്രിസ്തു. എനിക്കും നിങ്ങൾക്കും വേണ്ടി ചാട്ടവാർ അടികളെ അത് ഏറ്റെടുത്തവനാണ് ക്രിസ്തു. ആ മുറിവുകളെ കാണുമ്പോഴാണ് ഇവൻ യഥാർത്ഥത്തിൽ ദൈവമകനാണ്, ദൈവപുത്രനാണെന്ന് എനിക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുക. അല്ലാതെ ആർക്കും പറ്റും, അത്ഭുതം ചെയ്യാനായിട്ട് ആർക്കാ പറ്റാത്തത്? പക്ഷേ മുറിവുകളെ തിരുമുറിവുകളാക്കാനായിട്ട് എല്ലാവർക്കും പറ്റില്ല. ഉദ്ധിതനായ ക്രിസ്തുവിന് മാത്രമേ അതിങ്ങനെ ചങ്കോട് ചേർത്ത് വെച്ച് മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ഉയർത്തെഴുന്നേൽക്കാനായിട്ട് കഴിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തോമാസ് ശ്ലീഹ നൽകുന്ന രണ്ടാമത്തെ പാഠം ഇതാണ്. നമ്മുടെ ജീവിതത്തിലും മുറിവുകൾ എത്രയില്ലേ? ജീവിത പങ്കാളിയിൽ നിന്നുണ്ടായിട്ടുണ്ടാകാം, അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നുണ്ടായിട്ടുണ്ടാകാം, കുടുംബാംഗങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ടാകാം, പ്രിയപ്പെട്ടവരിൽ നിന്നുണ്ടായിട്ടുണ്ടാകാം, കൂട്ടുകാരിൽ നിന്നുണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ ആ മുറിവുകളെ നമുക്ക് എങ്ങനെയാണ് തിരുമുറിവുകളാക്കി മാറ്റാൻ പറ്റുക? അതിന് ഒന്നാമത്തെ പടി നമ്മൾ സ്വന്തമാക്കേണ്ടതുണ്ട്. എന്താണ്? ക്രിസ്തു അനുഭവമുള്ളവർക്ക് അത് പറ്റുള്ളൂ. ക്രിസ്തു അനുഭവം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉള്ളിലുള്ളവർക്ക് മാത്രമേ അത് സാധ്യമാകുള്ളൂ. അല്ലാത്തവർക്ക് എങ്ങനെയാണ് മുറിവുകളെ തിരുമുറിവുകളാക്കാൻ പറ്റുക? അല്ലാത്തതെല്ലാം ഇങ്ങനെ മുറിവായിട്ട് തന്നെ അവശേഷിക്കുക, മുറിവായിട്ട് തീർന്നു പോവുക. നമുക്കൊരു കൊച്ചു ജീവിതമുള്ളൂ, ഒരു കൊച്ചു ജീവിതം, വളരെ ചുരുങ്ങിയ ജീവിതം. നാളെ നേരം വെളുക്കുമ്പോൾ നമ്മളുണ്ടാകുമെന്ന് അറിയത്തില്ല. നാളെ നേരം വെളുക്കുമ്പോൾ ഒരുപക്ഷെ മരിച്ചു കിടക്കുന്ന നമ്മളെയായിരിക്കും നമ്മുടെ കുടുംബാംഗങ്ങളെ കണ്ടുമുട്ടുക. ഈ കൊച്ചു ജീവിതത്തിൽ ഇങ്ങനെ മുറിവുകളുള്ള ഇങ്ങനെ ഒരു വികൃതമായ മനുഷ്യരായിട്ട് നമുക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവം എനിക്കും നിങ്ങൾക്കും എല്ലാം ഒരു ജീവിതമാണ് തന്നിരിക്കുന്നത്, മറ്റു ജീവിതമാണ്. അത് ആസ്വദിച്ച് തീർക്കാനുള്ളതാണ്. ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അത് സന്തോഷിക്കുക എന്നുള്ളതല്ല അതിനർത്ഥം, മറിച്ച് ആനന്ദിക്കുക എന്നുള്ളതാണ്. സന്തോഷവും ആനന്ദവും രണ്ടും രണ്ടാണ്. സന്തോഷം എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം കിട്ടിയാൽ അതിനെ ഓർത്തൊരു, ഇപ്പോൾ ഒരു വാഹനം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷമാണ്. ആ സന്തോഷം ഒരാഴ്ച കൊണ്ട് തീരും, കാരണം അത് പഴങ്കം തോറും തീരും. അങ്ങനെ സന്തോഷത്തിൻ്റെ ചിന്തകൾ അത് നിലനിൽക്കാത്തതാണ്. ഇപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. ആ സന്തോഷം കുറച്ച് കഴിയുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ വിശപ്പൊക്കെ മാറിക്കഴിയുമ്പോൾ അത് തീരും. ഒരു യാത്ര പോകുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്, യാത്ര കഴിയുമ്പോൾ ആ സന്തോഷം തീർന്നു പോകും. പക്ഷേ ആനന്ദം എന്ന് പറയുന്നത് അത് നിലനിൽക്കുന്ന നന്മയാണ്. നിലനിൽക്കുന്ന നന്മയുടെ പേരാണ് ആനന്ദം. ആ ആനന്ദമാണ് ഇന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും നിരാശയിലേക്ക് ഇങ്ങനെ കൂപ്പുകുത്തിത്തെറിയുക. ഈ ശിഷ്യന്മാർക്ക് പറ്റിയതും ആനന്ദമില്ലാതിരുന്നു എന്നുള്ളതാണ്. അവർ സന്തോഷത്തിന് വേണ്ടി ജീവിച്ചു. യേശുവെന്ന് പറയുന്ന സന്തോഷം, യേശുവെന്ന് പറയുന്ന സമാധാനം അവരിൽ നിന്നും ഇല്ലാതായിപ്പോയപ്പോൾ ആ സന്തോഷവും അവരിൽ നിന്ന് കുടിയിറക്കപ്പെടും. അപ്പോഴാണ് അവർ പേടിച്ച് വിറങ്ങലിച്ച് ഒരു കഥകട ചിരിക്കേണ്ടി വന്ന ഗതികെട്ട ശിഷ്യന്മാരായി മാറുക. പിന്നീട് എപ്പോഴാണ് അവർ ശക്തി പ്രാപിച്ചത്? വീണ്ടും അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഈ ആനന്ദത്തിൻ്റെ പുണ്യം അവരിൽ നിറച്ചപ്പോഴാണ് നാട് നീളെ, ലോകം നീളെ, ലോക അതിർത്തികൾ വരെ അവർക്ക് ആനന്ദത്തിൻ്റെ കാരണമായി തീരാനായിട്ട് കഴിഞ്ഞത്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഇതാണ്. നമ്മളിങ്ങനെ എപ്പോഴും നിരാശപ്പെട്ടൊന്നും ജീവിക്കേണ്ട, സങ്കടപ്പെട്ട് ജീവിക്കേണ്ട. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയില്ലേ? അതുകൊണ്ടാണ് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ മനോഹരമായി ദൈവം പറയുന്നുണ്ട്, കർത്താവിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ളതല്ല, നിന്റെ ക്ഷേമത്തിനും ശുഭകരമായ ഭാവിക്കും പ്രത്യാശയ്ക്കുമുള്ള പദ്ധതിയാണ്. പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ജോലി കിട്ടാത്തത് ദൈവത്തിനുള്ള പദ്ധതിയാണോ? അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകാത്തത് ദൈവത്തിൻ്റെ പദ്ധതിയാണോ? അല്ലെങ്കിൽ കൂടെ രോഗം വരുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണോ? നമുക്കറിയത്തില്ല ദൈവത്തിൻ്റെ പദ്ധതികൾ എന്താണ്. നമ്മളാരും വിധിക്കാൻ യോഗ്യരല്ല. നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആനന്ദത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. ശരിയാണ്, സങ്കടങ്ങൾ വരും, കരച്ചിലുകളുണ്ടാകും. പക്ഷേ ആ കരച്ചിലുകൾ നമ്മുടെ ജീവിതങ്ങളെ നശിപ്പിക്കുന്നതിലേക്ക് എത്തി നിൽക്കാൻ പാടില്ല, നമ്മളെ തകർക്കുന്നതിലേക്ക് എത്തി നിൽക്കാനായിട്ട് പാടില്ല, നമ്മുടെ ജീവിതത്തെ നിരാശപ്പെടുത്തുന്നതിലേക്ക് എത്തി നിൽക്കാനായിട്ട് പാടില്ല, നമ്മുടെ ജീവിതത്തെ ആത്മഹത്യയിലേക്ക് എത്തി നിർത്താനായിട്ട് പാടില്ല, നമ്മുടെ ജീവിതത്തെ മദ്യപാനം കൊണ്ടും മയക്കുമരുന്നും കൊണ്ടും അടിമത്തത്തിലേക്ക് എത്തിക്കാനായിട്ട് പാടില്ല.
നമ്മുടെ ജീവിതം വിശ്വാസ ജീവിതത്തിൽ നിന്ന്, കൗദാശിക ജീവിതത്തിൽ നിന്നും നശിപ്പിക്കാനായിട്ട് പാടില്ല. ഇതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നം. ഒരു കൊച്ചു സങ്കടം വരുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ പോകുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ആഗ്രഹിച്ചത് ലഭിക്കാതെ പോകുമ്പോൾ, ഇങ്ങനെയുള്ള ചില തിന്മകൾ നമ്മളെ അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മുടെ പ്രശ്നം. നമ്മളിങ്ങനെ കഥകടച്ച് ജീവിക്കുക. കഥകടച്ചെന്ന് പറഞ്ഞ ഒരു സിംബോളിക് ലാംഗ്വേജാണ്. എന്ന് പറഞ്ഞാൽ ഒന്നും ലോകത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഒരു ഭയത്തിലേക്ക് ഒതുങ്ങി നിൽക്കുക, ഒരു ഒറ്റപ്പെടലിലേക്ക് പോവുക, നിരാശയിലേക്ക് പോവുക. അതാണ് ഒരു കഥകടച്ച ജീവിതം എന്ന് പറഞ്ഞാൽ. ഒരു തുറവിയില്ലാത്ത, ഒരു പ്രതീക്ഷയില്ലാത്ത, എല്ലാം നഷ്ടപ്പെട്ടവൻ എന്ന രീതിയിൽ ജീവിതത്തെ തകർത്ത് കളയാൻ വേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ തോമാസ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായ ആത്മീയതയുടെ 2 വലിയ പാഠങ്ങളാണ്. ഒന്ന്, ക്രിസ്തു അനുഭവം ഉണ്ടാകട്ടെ. ക്രിസ്തു അനുഭവത്തിൻ്റെ പിടിവാശികൾ നമുക്കുണ്ടാകട്ടെ. ക്രിസ്തു അനുഭവത്തിൻ്റെ പിടിവാശികൾ. എൻ്റെ മുമ്പിൽ ക്രിസ്തു എപ്പോഴും ഉണ്ടാകണം. അതിന് പിടിവാശി, അതിന് ജീവിതത്തിൽ ഒരു ഏറ്റക്കുറച്ചിലില്ലാത്ത ആത്മീയത ഉണ്ടാകണം. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങുന്ന, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന, ഞായറാഴ്ചകളെ മുടക്കാത്ത കൗദാശിക ജീവിതം. നമുക്ക് ആഴ്ചയിൽ 7 ദിവസങ്ങളുണ്ട്. അതിൽ ചിലർ പറയും, അച്ഛാ ഞായറാഴ്ച പള്ളിയിൽ പോകാൻ പറ്റിയില്ല. പക്ഷേ നമുക്ക് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ബാക്കി 6 ദിവസം തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് തമ്പുരാന് വേണ്ടി നീ മാറ്റിവെച്ചു? അതൊരു ചോദ്യമാണ്. നമുക്കൊരു പക്ഷേ ഞായറാഴ്ച ഡ്യൂട്ടി ഉണ്ടായിരിക്കാം, പക്ഷേ തിങ്കളാഴ്ചയുണ്ട്, ചൊവ്വാഴ്ചയുണ്ട്, ബുധനാഴ്ചയുണ്ട്, വ്യാഴമുണ്ട്, വെള്ളിയുണ്ട്. ഇത്രയും ദിവസങ്ങൾ നീണ്ടു കിടക്കുമ്പോൾ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം യേശുവിന് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് നിന്റെ ജീവിതത്തെ ഒന്ന് ശക്തിപ്പെടുത്താനായിട്ട് കണ്ടെത്താറുണ്ട്. അതാണ് പിടിവാശി. എനിക്ക് എൻ്റെ യേശുവിൻ്റെ അനുഭവം ഉണ്ടാകും. എല്ലാ ദിവസവും നമുക്ക് വീട്ടിൽ കുരിശ് വരയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. സാധ്യതകൾ പല രീതിയിലുണ്ട്. എന്നാൽ കിടക്കുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വിശുദ്ധ യോസേപ്പ് പിതാവിനോട് ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഒന്ന് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ? അതാണ് പിടിവാശി. ഒരു യാത്ര ചെയ്യുമ്പോൾ ദൈവമേ അനുഗ്രഹിക്കണമേ, തിരിച്ചു വരുമ്പോൾ ഒരു നന്ദി അർപ്പിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഇതാണ് വിശ്വാസത്തിൻ്റെ പിടിവാശി. അങ്ങനെ ഓരോ കാര്യത്തിലും യേശുവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക എന്നതാണ് വിശ്വാസത്തിൻ്റെ പിടിവാശി. അതുകൊണ്ട് ഒന്നാമതായിട്ട് നമ്മൾ ക്രിസ്തു അനുഭവത്തിൻ്റെ പിടിവാശി. 2, മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റുന്ന ആത്മീയ മനുഷ്യരായിട്ട് മാറട്ടെ. നിരാശയും കുറ്റബോധവും പാപബോധവും അങ്ങനെ തകർത്ത് കളയരുത്. നമ്മളെ വിശ്വാസം ഇല്ലാത്ത ജീവിതം തകർത്ത് കളയരുത്. മറിച്ച് ജീവിതത്തിലുണ്ടാകുന്ന മുറിവുകളെ കർത്താവിൻ്റെ മുറിവുകളോട് ചേർത്ത് വെച്ച് അതിനെ തിരുമുറിവുകളാക്കുന്ന ആത്മീയതയുടെ ശക്തിയുള്ള മനുഷ്യരായിട്ട് തീരട്ടെ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, നമുക്ക് അവനോടൊപ്പം പോയി മരിക്കാം എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ, സമാധാനത്തോടെ, ആനന്ദത്തോടെ ജീവിക്കാൻ ഈ തോമാസ് ശ്ലീഹായുടെ വിശ്വാസ ജീവിതത്തിൻ്റെ സാക്ഷ്യം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ഒരു ആത്മീയതയുടെ പിടിവാശിയും മുറിവുകളെ തിരുമുറിവുകളാക്കാനുള്ള ആത്മീയതയുടെ ചങ്കൂറ്റവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ.